ഹലോ, ഞാനിന്ന് ട്രിവാൻഡ്രം വന്നു. 4 days ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് വന്നതാണ്. സോ എനിക്കിന്നിനി ഈവനിങ് ഒക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് പോകണം. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വന്നു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഴഞ്ചോറാണ് കേട്ടോ. ഇവിടെ ഈ ഹോട്ടലിൽ പഴഞ്ചോറും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിലൊരു ഓപ്ഷനാണത്. അപ്പം ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ പൂളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പൂളിൻ്റെ ആ ഏരിയയിലേക്കൊക്കെ പോയി. ഈ മിക്കപ്പോഴും ഞാനിവിടെ വന്ന ഉടനെ ഞാൻ വീട്ടിലേക്ക് പോകാറാണ് പതിവ്. അഥവാ അപ്പോൾ പോയില്ലെങ്കിലും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് പോകും. അപ്പം പതിവ് പോലെ ഇന്നും ഞാൻ ഏർലി മോർണിംഗ് ആണ് ഇവിടെ എത്തിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു റെസ്റ്റ് എടുക്കാമെന്ന്. കാരണം 4 days ഇവിടെ ഉണ്ടല്ലോ. ഞാനിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് നമുക്ക് യൂബർ ഉണ്ടല്ലോ ഡയറക്റ്റ്. അപ്പം എൻ്റെ വീട്ടിലേക്ക് പിന്നെ കൊല്ലത്തേക്കൊക്കെ പോകാൻ യൂബറുണ്ട്. അപ്പം ഞാൻ ഇനി എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വന്ന അന്ന് എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് Day 2. ഞാനിപ്പോൾ ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്. ഹലോ. സോ ഞാനിപ്പം പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു. ഞാനിപ്പം ആറ്റിങ്ങൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഓ മൈ ഗോഡ്, എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. ഇത് ഗ്ലോ ചെയ്യുന്നതല്ല, ഇതിങ്ങനെ വിയർക്കുന്നതാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. മമ്മാച്ചി എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതെനിക്ക് കഴിക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര നോയ്സായിരിക്കും. നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. അതിനപ്പുറം വിയർപ്പ്. നല്ല കാടായ ട്രിപ്പാണ് ഇവിടെ. കൈ പിടിക്കും. ഞാനൊന്ന് എൻ്റെ മുഖം വാഷ് ചെയ്ത് ഞാൻ ഫോൺ എടുത്ത ഹായ് ഐഷ എന്ന് പറഞ്ഞപ്പോ തന്നെ ഐഷ ഇങ്ങനെ ആക്കി. ഐഷ ഷോളൊക്കെ ഇട്ട്. ഐഷക്ക് എന്തൊരു ചമ്മല്. അബുസ. ആൻഡ് ഇതൊരു ആക്രി ഏരിയയാണ്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. എൻ്റെ അമ്മേ. ഓ, ദിസ് ഇസ് മൈ മാതാജി making fry rice and seera thoran and sammanthi. I saw it somewhere there. Okay. അപ്പൊ ആഷിക്കും വന്നു. ഇരിക്കുന്നതിന്റെ അടിയിൽ എന്തോ വള്ളി കിടക്കുന്നത്. സീരിയസ്ലി അത് പാമ്പിന്റെ വള്ളിയാണെന്ന് അറിഞ്ഞൂടാ. ഒന്നുമില്ല, ചക്കയുടെ പറയായിരിക്കും. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫുഡ് കഴിക്കാൻ പോവാണ്. ദിസ് ഇസ് മൈ പ്ലേറ്റ്. ഈ പ്ലേറ്റിനകത്ത് അച്ചാറുണ്ട്, ചോറുണ്ട്, അച്ചാറുണ്ട്, ചീരത്തോരനുണ്ട്, മീൻ വറുവലുണ്ട്, ഫ്രൈ വറുവല, പിന്നെ സമ്മന്തി. അപ്പം ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്. നിനക്ക് വേണോ? തരൂലല്ലേ, വെറുതെ എന്തൊരു പരിപാടി. അയ്യേ മോശം. നീ മന്തി കഴിച്ച എവിടെയാണ്? സീരിയസ് തരാം. ശരി, കൊല്ലപ്പഴം കഴിക്കണം. ചോറിന്റെ കളർ തന്നെ ഉണ്ടല്ലേ. ഓ മൈ ഗോഡ്. കളർ നോക്ക്. എന്തുമാ പഴകിയ ഫ്രിഡ്ജ്. 2 ദിവസമായി ഫ്രിഡ്ജ് വെച്ച കിഴങ്ങുമായിട്ട് വരും. ഞാൻ ഓട്ടിച്ച് 4 ദിവസമായി കിഴങ്ങ്. നീ മതിയിടാ, നീ കൂടെ കഴിയും. പക്ഷേ ചീസ് കോമ്പോ വാങ്ങിച്ച് അല്ലെങ്കിൽ പോയി ഒരു സാധനം വാങ്ങണം. അത് സൽമാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തന്നില്ലേ? ഷവർമ അവൻ അത് കഴിച്ചില്ല, ഷുഗർ കഴിച്ചില്ല.
അവനോ എന്താ ഡയറ്റിങ്ങില്ല? അപ്പൊ പിന്നെ അവൻ ഷവർമ കഴിച്ചതാ? ഉണ്ടോ? അതല്ലേ പറഞ്ഞു, ഒരാഴ്ച ഉണ്ടെങ്കിൽ ഒരാഴ്ചക്ക് പെർമനന്റ് ടെമ്പററി എടുക്കാം. കിഴക്ക് മഴക്കോള് കണ്ടു കഴിഞ്ഞാൽ മഴ പെയ്യുമെന്നാണ് പുരാണം. പഴമക്കാർ പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ എന്തുമ്മ അടുക്കള കെട്ടാൻ പോവാണ്. സോ അതിനായിട്ട് അതിനായിട്ട് ഫൗണ്ടേഷനൊക്കെ എടുത്തിട്ടുണ്ട്. സാധാരണത്ത് തലേക്കൂടെ തേങ്ങ വേണ്ട. കാറ്റോട്ട് പോകുന്നു തോന്നുന്നു. എന്നിട്ടാണ് പാമ്പ് കയറിയിരിക്കാൻ. പാമ്പല്ല, പാമ്പെന്ന് പറഞ്ഞപ്പോ കിടന്ന് നീ വാടാ. കമോനസിക് കൈ നോക്കുവോ? വാവ്. ചിരയുടെ ഇടയിൽ കൂടെ ഒരു ഷോട്ട്. എങ്ങനെ നിക്ക് പോസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ? കഴിച്ചിട്ട് പോ. ഇത് എന്തുമാടെ പണി നടക്കണം. ആര് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അവര് മാമാക്കിന്നൊക്കെ വന്നടാ. ഹൈ ഗൈസ്, അപ്പൊ ഞാൻ ഇന്ന് ഇതാണ് എൻ്റെ പ്ലേറ്റ്. കണ്ടോ എൻ്റെ പ്ലേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. മീൻകറി ഉണ്ട്, പയറ് തോരനുണ്ട്, ദെൻ ചീനി തോരനുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ അഹാന കൃഷ്ണയുടെ വീഡിയോ കണ്ടു കേട്ടോ. ഇങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നതൊക്കെ, പുള്ളിക്കാരി ഇങ്ങനെ കുഴച്ച് കഴിക്കുന്ന കണ്ടപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാനും എൻ്റെ ഒരു ലഞ്ച് വീഡിയോ ഉണ്ടാക്കിക്കൂടാ എന്ന്. അപ്പോൾ തോട്ട് ഓഫ് മേക്കിംഗ് ദാറ്റ്. അയ്യോ, ഇത്ര നേരം വീഡിയോ ആയില്ല. അപ്പം എൻ്റെ ഉമ്മ ഈ കറി ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വറ്റൽ മുളകില്ലേ, എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചോളാം. ഈ വറ്റൽ മുളകിനെ ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് പിഴിഞ്ഞെടുക്കുമ്മ. അതിനെ കൊമത്തി പിന്നെ ഊറ്റി മിക്സിയിലിട്ട് അടിച്ചുണ്ടാക്കി കൊള്ളാം. ഇങ്ങനെ കഴിച്ചത് കാരണം നിങ്ങളിപ്പം 2 കിലോയായിട്ട് 2 കിലോ ഒന്നും ആയിരിക്കില്ല, അത് കുറഞ്ഞത് 5 കിലോ എന്തായാലും കൂടിയിട്ടുണ്ടാവും തിരിച്ചുമ്പോ. വേണം അത് ചമ്മന്തി വേണമെന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. മീനെടുത്തു. അവരോട് പോയി ഐഷ ഇല്ലേ, എൻ്റെ അനിയത്തെ ഐഷ, അവള് വാഴാറ്റു സിനിമ ആണെന്ന്. എന്തിനാണോ ഇത്രയും 2 മണിക്കൂർ കഷ്ടപ്പെട്ടിരുന്ന് കാണുന്നത്? സ്വയം കണ്ണാടി പോയി നോക്കിയിട്ട് എങ്ങനെയാ കാണാം. കണ്ണാടി
പയർക്കാലം വേണ്ടേ? ചോറ് കഴിക്കുന്നില്ലേ? അല്ല ഇന്ന് എനിക്കിതാ പയറുവരെ ഞാൻ കഴിച്ചോ. തീരാറായമ്മ വേണ്ട. വേണ്ട വേണ്ട വേണ്ടോ? ചീനിയാവുമ്പോ പോരി വെച്ചില്ല. ഇന്ന് പോണോ നാളെ പോണം? അറിഞ്ഞൂടാ. നാളെ രാവിലെ പോവാന്ന്. യൂബറിൽ പോവാ. അതാണ് ഗൈസ് എൻ്റെ മാമ, വലിയാമ്മ, മാടെ എൽഡർ ബ്രദർ. ഇപ്പൊ യൂബർ കിട്ടും കേട്ടോ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റിങ്ങലിലോട്ട്, ആലംകുടയ്ക്ക്, എന്തിനീവൻ തൊട്ടിക്കൽ വരെ കിട്ടും. നേരത്തെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് യൂബർ ബുക്ക് ചെയ്യാൻ നോക്കി. യൂബറിലാ തിരിച്ചു പോകുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഞാനൊരു ചായ കുടിക്കും. ആ ചായയും കൂടെ കുടിച്ച് വീഡിയോടെ ഞാൻ മൈൻഡപ്പ് ചെയ്യാം. ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇന്ന് പോണോ നാളെ പോണോന്ന്. ദാറ്റ്സ് മൈ മാതാജി. ഇനി അവർക്ക് നമ്മളിവിടെ പണിക്ക് ആൾക്കാർ നിൽക്കുന്നു. സെപ്പറേറ്റ് നമ്മൾ അടുക്കള കിട്ടുന്നു. ജോലിക്കാർക്ക് ചായ കൊടുക്കുന്നു. അപ്പം ഇന്ന് ഡേ 3. ഞാനിന്ന് രാവിലെ തന്നെ അറൗണ്ട് 8 o'clock ഒക്കെ ആയപ്പം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് യൂബർ ബുക്ക് ചെയ്ത് തിരിച്ച് ഞാൻ ഹോട്ടൽ ഓബൈ താമരയിലേക്ക് വന്നു. എന്നിട്ട് ഞാനൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി കുറച്ചിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇപ്പം ഞാനിവിടെ വന്നിരിക്കുവാണ്. അങ്ങനെ ഞാൻ ഇന്ന് നൈറ്റ് തിരിച്ചു പോവുകയാണ്. ഓപ്പറേറ്റിംഗ് ആണ്, ഫ്ലൈറ്റ് ഓപ്പറേറ്റിംഗ്. സോ ഇനി എനിക്ക് പോകണം, ഒന്ന് തലയൊക്കെ ഒന്ന് കുളിക്കണം, എന്നിട്ട് വന്നിട്ട് സെറ്റായിട്ട് വന്ന് ഒന്ന് ഇരിക്കണം. പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം. സോ ദാറ്റ്സ് മൈ പ്ലാൻ. ബിക്കോസ് 12:50 is my check-out time from this hotel. പിന്നെ ഞാനിപ്പോൾ ലുലുവിൽ പോയി. ഞാൻ ഫുഡ് കഴിച്ചു. ഇതെങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? അത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ നമ്മുടെ ആറ്റിങ്ങൽ ഫാഷൻ ഫിറ്റിൽ നിന്നാണ് തച്ചത്. പക്ഷേ ഇറ്റ്സ് കോസ്റ്റ്ലി ആണ്, കാരണം സ്റ്റിച്ചിങ് ചാർജ് കോസ്റ്റ്ലി ആണ്. കാരണം ഞാൻ ഈ തുണി എടുത്തത് തന്നെ വെറ്റ്ലാൻഡിൽ നിന്നാണ് ഈ തുണി എടുത്തത് കേട്ടോ. അവിടെ ഏകദേശം വെറ്റ്ലാൻഡിൽ നിന്ന് തുണി എടുത്തപ്പം എനിക്കായത് മീറ്ററിന് 108 ആയിരുന്നു റേറ്റ്. അതിനെ അപ്പം ഞാൻ 1.75 മീറ്ററാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അതുകൊണ്ട് തയ്യൽ കൂലി കൊടുത്തു. അല്ല, തച്ചു കഴിഞ്ഞിട്ട് ലൈനിങ് ഇടാണ്ട തച്ചത്. എന്നിട്ട് കൂടി ഒന്ന് ആലോചിക്ക്, ഐ ഹാഡ് ടു പേ ഓൾമോസ്റ്റ്. ഞാൻ 2 തച്ചു, ഇതൊന്ന് പിന്നെ വേറൊന്ന്, 2 കൂടി ഞാൻ 1200 കൊടുത്തു. മൈ ഹസ്ബൻഡ് ഇസ് കോളിങ് മീ. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് കൊണ്ടുവന്നു, ഇതൊക്കെ കൊണ്ട് തന്നു. വേണമെങ്കിൽ ജസ്റ്റ് ഇതാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, വേണമെങ്കിൽ കുളിക്കുന്നുണ്ടോ, പൂളിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ എടുത്തോളൂ, ഇതണക്ക് ടവൽസ് ഒക്കെ കൊണ്ട് തന്നു. ഞാൻ പറഞ്ഞു ഇല്ല, കാരണം ഡ്രസ്സൊക്കെ ഇപ്പൊ ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ. 100 പേ ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും. അപ്പൊ അത് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. കാരണം 7 o'clock പൂൾ അടയ്ക്കും. ഇപ്പൊ തന്നെ 5:30 ആയി. പിന്നെ എൻ്റെ കൂടെ ആരുമില്ല, അന്നല്ലോൺ. സോ അതുകൊണ്ട് എനിക്ക് വയ്യ.
ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. ഗോൾഡൻ ആർ കാണിച്ചു തരട്ടെ. വാവ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ടെൻഡർ കോക്കനട്ട് ഓർഡർ ചെയ്തു. അവർ സ്ട്രോയും കൊണ്ട് തന്നു. ഇനി അത് കുടിച്ചിട്ട് കാണാം. സൂപ്പർ. ഇന്നലെ ഞാൻ അപ്പുവിന്റെ വീട്ടിൽ നിന്ന് ടെൻഡർ കോക്കനട്ട് കഴിച്ചു കേട്ടോ. അവിടെ വാപ്പ ഇതുപോലെ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്കറിയില്ല, എനിക്ക് ഇങ്ങ് തന്നു വിടാനായിരിക്കും, ആദുച്ചിക്കൊക്കെ കൊടുത്തു വിടാനായിരിക്കും വാപ്പ ഇങ്ങനെ. എനിക്കറിയില്ല ഇനി ആദുച്ചിക്കാണോ എന്ന്. കാരണം അമ്മ പറഞ്ഞു ചിലപ്പോൾ ആയിരിക്കാം എന്ന് പറഞ്ഞു. സോ അപ്പം അതിനകത്ത് ഒരു ഐ തിങ്ക് 6 or 7 ആണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ 2 എടുത്തു. എന്നിട്ട് ഞാനൊന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പൊട്ടിച്ച് കഴിച്ചു. കാരണം ഇന്നലെ രാവിലെ ഞാനാണ് എനിക്ക് വീട്ടിലായിരുന്നു. അപ്പം എൻ്റെ ഉമ്മാരടുത്ത് ഞാൻ പറഞ്ഞു, ഉമ്മ ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഉമ്മ തേങ്ങ പൊട്ടിക്കുന്നു. അപ്പൊ ഞാൻ ഉമ്മാരടുത്ത് ഉമ്മ എന്നെ തേങ്ങ വെള്ളം കളയിൽ എനിക്ക് താന്ന് പറഞ്ഞു. സോ ദെൻ എൻ്റെ ഉമ്മ പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ട് വന്നു എന്ന് പറയുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. കാരണം എൻ്റെ കസിൻ ഇന്നലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതില് അപ്പൊ ഞാൻ അവനോട്ട് സംസാരിച്ച് ബിസി ആയിട്ട് എൻ്റെ ഉമ്മ തേങ്ങ വെള്ളം എടുത്ത് കളഞ്ഞു. അത് ഞാൻ അവിടെ കുടിച്ചില്ല, ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. അപ്പൊ ഉമ്മ വിചാരിച്ചു, കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ വിചാരിച്ചു ഇത് വേറെന്ത് വെള്ളമാണെന്ന് പറഞ്ഞു. ഉമ്മ അതൊന്നും കുടിച്ചു നോക്കാണ്ട് ഉമ്മ ഉണ്ട് ഇത് കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, അയ്യോ എനിക്ക് തേങ്ങ വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇപ്പൊ ഞാൻ അത് നീ കുടിച്ചില്ലായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ കുടിച്ചു വന്ന്. അവിടെ കപ്പിൽ വേറെ വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നോർമൽ വെള്ളമാണെന്ന് പറഞ്ഞ് കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞു. സോ അങ്ങനെ ലക്കിലി ഞാൻ ഇന്നലെ ആലങ്കോട് പോയപ്പം അപ്പുവിന്റെ വീട്ടില് ഇതണക്ക് തേങ്ങ ഇരിക്കുന്നുണ്ടു, ഐ മീൻ കരിക്കിരിക്കുന്നുണ്ടു. നന്നായിട്ട് അവിടെ ചെത്തിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ അത് എടുത്തു. ഞാൻ പറഞ്ഞു എനിക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ബാഗിനകത്ത് സ്ഥലമില്ല. സോ കാരണം ആസ് എ ക്രൂ നമുക്ക് 40 കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ചില അത് ഡെസ്റ്റിനേഷൻസിലേക്കാണെങ്കിൽ അവര് ഓഫ് ലോഡ് ചെയ്യിപ്പിക്കും കേട്ടോ, ഇവൻ ക്രൂവിനെ വരെ. മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബട്ട് റീസെന്റ് onwards they started doing this. It's been more than a year okay since they started doing. സോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ബാഗിനകത്ത് സ്ഥലമില്ല, എനിവേ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2 എടുത്തോണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഉമ്മ പൊട്ടിച്ചു തന്നു. എൻ്റെ ഉമ്മ പൊട്ടിച്ചതാണ്. അപ്പൊ ഞാൻ കുടിച്ചു നോക്കി. അപ്പൊ അവിടുത്തെ കരിക്കിനാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര എഫക്റ്റ് ആണ്. ലൈക്ക് ഒരു എന്താണെന്ന് എനിക്കറിയില്ല, ഒരു ലൈക്ക് ഭയങ്കര എഫക്റ്റ് ആണ്. ഒരു നാക്കിനൊക്കെ ഒരു വല്ലാത്തൊരു ലൈക്ക് സോഡയൊക്കെ കുടിക്കുന്ന ഒരു ഫീലിംഗ്. ഇതിനൊക്കെ ആണെങ്കിൽ അതില്ല. ഇത് നല്ലത്, അതും നല്ലതായിരുന്നു, നല്ല എഫക്റ്റ് ഉള്ളതായിരുന്നു. മേ ബി ഇത് ഡിഫറെന്റ് കരിക്സ് ആയിരിക്കാം, ഒരു ഡിഫറെന്റ് വളക്കൂറുള്ള മണ്ണിന്റെ ആയിരിക്കാം. ചേടത്തെ കഴിക്കാണെങ്കിൽ ഊള ടേസ്റ്റ് ആണ്, ഓട്ടം കൊള്ളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കരിക്കും വെള്ളം ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, എസ്പെഷ്യലി തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഈ സമ്മർ സീസണിൽ നല്ലതാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. കാരണം ഞാനും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് കുടിക്കുമായിരുന്നു. പിന്നെ മുഖത്തൊക്കെ തേക്കാനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് തേക്കുമായിരുന്നു. ഈ കണ്ടതും കടിയതും ഒക്കെ തേച്ചിട്ടാണ് എൻ്റെ മുഖത്ത് നല്ല ഫ്രിക്കിൾസ് വന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. പിന്നെ ഈ ഐഫോണിന്റെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. കുറച്ചു നേരം ഞാനിവിടെ ചില്ല് ചെയ്തു. എന്നിട്ട് ഇനി റൂമിലേക്ക് പോവാണ്. എൻ്റെ അമ്മേൻ്റെ മുഖത്ത് എന്തുമാത്രം, ഇതിനി ഐഫോണിന്റെ പ്രശ്നമാണോ? ആക്ച്വലി എൻ്റെ മുഖത്ത് ഇങ്ങനെ പാടുകളുണ്ട്, പക്ഷെ എന്നാലും ഇത് ഭയങ്കര പാട്. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ. പിന്നെ കാണാം. അങ്ങനെ അന്ന് നൈറ്റ് തന്നെ എനിക്ക് ബാക്ക് ടു ദോഹ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഫ്രം ട്രിവാൻഡ്രം. ഞാനന്ന് എത്തേണ്ട അന്ന് 15-ാം തീയതി അപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഓൻ ഇന്ന് 33 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. അതിനുശേഷം ഇവിടെ സൂക്കിൽ പോയിട്ട് നമ്മൾ അവിടെ ഒരു കഫേയിലൊക്കെ കയറി ജസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു. ഇത്തവണ ബർത്ത്ഡേ ഒരു ചെറിയ രീതിയിലാക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വലിയ ബലൂണും ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ചെറിയ രീതിയിൽ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ആ ടൈമിൽ തന്നെ നമ്മൾ അതിരടി മൂവിയില്ലേ, അതിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ½ ആൻ അവറിനുള്ളിൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ മൂവിക്ക് പോയി കേട്ടോ.
പിന്നെ ഈ കേക്കിൽ ഇത് ഭയങ്കര സ്വീറ്റായിരുന്നു. എനിക്ക് പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഞങ്ങൾ 3 ഹോട്ട് ബെവറേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോട്ട് ചോക്ലേറ്റ്, പിന്നെ ക്യാപ്പച്ചീനോ, ദെൻ ഒരു നോർമൽ ബെവറേജ്, അത് ലൈക്ക് ഫ്രാപ്പിച്ചിനോ കൈൻഡ് ഓഫ് കോൾഡ് ബെവറേജ് ആയിരുന്നു, കോഫിയൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ മൂവിക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ പുറത്തുനിന്നാക്കി. എന്നിട്ട് ഞങ്ങൾ വന്ന് അന്ന് ഡിന്നർ കഴിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ കുബൂസും കൂടിയൊക്കെയാണ് കഴിച്ചത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ ബർത്ത്ഡേ ഒന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ കഫേയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മൂവിക്ക് പോയി. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഒരു കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ബൈ. ഹാപ്പിന്റെ ബ്രാൻഡ് ബ്ലേഡിന്റെ ബാഗ് മതി. ചിക്കിച്ചി ചുക്കിച്ചി ചു 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 ചു. ഓക്കെ.